Jolie Maria, few of them knows her already. She was there with you. She was doing the counseling. And Sister Gloria, Akhil, and Sergeant Sir. This is the team today presenting a very beautiful day for you. So the prayer will be there, a day where you can enjoy spirituality along with to face the challenges of today's world. So I welcome Sister Jolie Maria to come, and we have to be happy today. We should be proud enough that the management has conducted this beautiful day for us. Thanking management too. So I'm handing over the mic to Sister. So praise the Lord. Praise the Lord. Oh no, Lord will not come. He will go through that to maybe Vanachara temple, not to this side. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hey, now boys are not coming. Your sound changes everything. It comes in 8th grade. I know that. Louder. Praise the Lord. Praise the Lord. That's good. ഹായ് ഹലോ നോക്കട്ടെ ഏത് കുഞ്ഞുങ്ങളാണ് കൈ കൂപ്പി നന്നായിട്ട് കളിക്കാൻ സമയം കിട്ടുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുക. ക്ലാസ് ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക, അല്ലേ? സംസാരിക്കുന്ന സമയത്ത് നന്നായിട്ട് സംസാരിച്ചോളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ചെലവഴിക്കുന്നത്. ഓക്കെ, ഒന്ന് കൈ കൂപ്പാമോ നോക്കിയേ. അങ്ങനെ പ്രാർത്ഥിച്ചത് നിങ്ങൾ ഹെയിൽമേരിയാണ് ചൊല്ലി നന്മ നിറഞ്ഞ പറയുമെന്നാണ് ചൊല്ലുക. നന്മ നിറഞ്ഞ പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, എന്നാ ചൊല്ലിക്കോ. കൈ കൂപ്പി കണ്ണടച്ച് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി. വെരി ഗുഡ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, തമ്പുരാന്റെ മേശിക്കണമേ. Spreading the message of love. Spreading the message of love. Allow her to bend love. Okay. Spreading the message of love. Okay. We say love. Love. And then we bum chick bum. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിക് സ്റ്റൈൽ വേണം. ഒന്നുകിൽ നിങ്ങൾ ലെഫ്റ്റിൽ തുടങ്ങണം, അല്ലെങ്കിൽ റൈറ്റിൽ തുടങ്ങണം. എവിടെ തുടങ്ങാം? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങണം. 1 2 3 ഗോ. ബം ചിക്ക് ബം ഫസ്റ്റ് ബം ചിക്ക് ബം ഇവിടെ എത്തിയണം. അത് വീണ്ടും ലെഫ്റ്റിൽ. Sing hallelujah to the Lord. Okay, അപ്പോൾ പാട്ടും കൂടി റെഡിയില് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനാണ്. ഫസ്റ്റ് ടൈം മുതൽ പ്രാക്ടീസ്. 1 2 3 go. Making the kingdom of God. Say love. Bum chick bum. Party. Bum chick bum. Right side. നമ്മുടെ കൂടെ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ കൂടെ ആര് കളിക്കുന്നു? ഈശോ കളിക്കുന്നു. ഇനിയും പറയാത്ത കുറേ പോയിന്റ്സ്. നമ്മൾ രോഗം വന്ന് കിടക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ഇനി ആര് പറയും? ഓടി ഇങ്ങനെ ഓടി വന്ന് പറഞ്ഞോളൂ. അപ്പൊ നമ്മള് വീഴുമ്പോഴാണ് ഈശോ നമ്മുടെ കൂടെ വരുന്നതല്ല. ഒരു പെണ്ണൊറ്റയ്ക്ക് പോയി നിന്നിട്ട് ജീവിതം പണിതെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞു. അതായത് കൊച്ചു ഉദ്ദേശിച്ചത്. ഇനി ആരാ പറയുന്നേ? നമ്മൾ പഠിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെ പഠിപ്പിക്കും. ഇനി ആരാ? നേരത്തെ പറഞ്ഞാണോ? നമ്മൾ ജനിച്ചപ്പോ ഈശോ നമ്മുടെ കൂടെ വന്നിങ്ങനെ നോക്കിക്കൊണ്ട. ട്രാവൽ ചെയ്യുമ്പോ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഈശോ നമ്മുടെ ഏകസത്യ ദൈവം. നമ്മുടെ ടി വി മൊബൈലും കാട്ടി ബഹളുണ്ടാക്കി അമ്മ അറിയിപ്പിച്ചേക്ക് എനിക്ക് അമ്മയ്ക്കൊന്നും ഇവിടെ വന്നിട്ട് അപ്പുറത്തുള്ളേക്ക് പാലക്കൂടായിട്ട് മനസ്സിലായോ? വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ ആരും കൂടെയുണ്ട്? ഈശോ കൂടെയുണ്ട്. ഓക്കെ. Say, come on.
അതിൽ ഒരെണ്ണത്തിനെ കണ്ടെത്തിയ നല്ലിടയന്റെ ഒരു ഭാഗമാണ് ലൂക്കാസ് സുവിശേഷം 15 ഭാഗം. അതാണ് ഈ പാട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരെണ്ണം പോയാൽ പൊട്ടത്തി ആയിരിക്കുള്ളൂ അല്ലേ? നിങ്ങൾക്കാണ് 100 ആടില്ലെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പോയാൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? കറിയോ? പോയി സങ്കടം പോട്ടെ, അതുകൊണ്ട് ബാക്കിയെല്ലാത്തിനെയും സേവ് ചെയ്യാൻ നോക്കും അല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് സേവ് ചെയ്യാനാ നോക്കുക അല്ലേ? സെറ്റ് ചെയ്യൂ. ഇവിടെ അങ്ങനെയല്ല, 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നത്. അപ്പൊ ഇതാണ് ഈ ഈശോയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുറവ് നോക്കിയിട്ടല്ല ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ കുറവ് നോക്കിയിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുകയും കുറവല്ല ഈശോ നോക്കണം. നമുക്ക് തെറ്റുണ്ട്, അനുസരണക്കേടുണ്ട് അല്ലേ? ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലും ഈശോ നമുക്ക് സ്നേഹിക്കും. ബൗണ്ടറി ഇല്ല. കുറെ നേരം പറഞ്ഞിട്ട് കേട്ടില്ലേ? അമ്മ പറയും, നിന്നോട് എത്ര പ്രാവശ്യം എഴുതി പറയണേ അല്ലേ? ഇങ്ങനെ പല വാക്കുകളും നമ്മൾ കേൾക്കും. പക്ഷെ ഈശോയ്ക്ക് അങ്ങനെയല്ല, വീട്ടിൽ സ്നേഹം. അപ്പൊ നമ്മള് ഒരു ഇതിന്റെ സ്റ്റെപ്പ് ഒന്ന് പിടിക്കാൻ 100 ആടിന്റെ ഇട. ഓക്കെ, റെഡി? കമോ ചാടി എഴുന്നേക്കാമോ? ഞാൻ എണീക്കാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ സ്പ്രിംഗ് അപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചാടി എഴുന്നേൽക്കണം. എന്റെ സ്പ്രിംഗ് എന്ന് പോലെ എന്റെ സ്റ്റാർട്ട് ചെയ്യണം. 3 പ്രാവശ്യം സ്പ്രിംഗ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയേ. സ്പ്രിംഗ് അപ്പ് എന്ന് പറയുമ്പോൾ ഓക്കെ സിഡാ. ഞാൻ മാത്രം ആദ്യം ചെയ്യുന്നു, പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. സ്പ്രിംഗ് അപ്പ്. ഓക്കെ, റെഡി? പഠിച്ചോ? റെഡി? നല്ല ജമ്പ് ചെയ്ത് ചാടണം. സ്പ്രിംഗ് അപ്പ്. ഒരു കമ്പ് പിടിച്ച് നമ്മൾ ആടിനെ മേയ്ക്കാൻ പോവാണ്. ആദ്യം നിങ്ങള് സൈഡിലേക്ക്, നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പോകണം. ഓക്കെ, റെഡി? നല്ല സ്റ്റൈലിഷ് ആയിട്ട് മേയ്ക്കാൻ പോകണം, അല്ലാണ്ട് ഇങ്ങനെ കമ്പ് പിടിച്ച പ്രദക്ഷിണത്തിന് പോകണം പോലെ പോകാണ്ട്. ഓക്കെ, സ്റ്റൈലിഷ് ആയിട്ട് പോയി നോക്കി ഇങ്ങനെ ഒന്നുകൂടെ. വൺ മോർ ടേക്ക്. കിട്ടിയോ? റെഡി? ഓക്കെയല്ലോ? ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പൊ പാട്ടില് ബോയ്സ് ആണ്, ഗേൾസ് ആണ് വിൻ ചെയ്തത് അല്ലേ? എനർജിയിൽ അല്ല, ബോയ്സ്. ഇനി ഡാൻസിൽ ആരാണ് വിൻ ചെയ്തത് നമുക്ക് അനൗൺസ് ചെയ്യാൻ പോവാണ്. നല്ല എനർജിയിൽ ചെയ്യണം. ആർ യു റെഡി? ഞാനൊരു കാര്യം ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഡാൻസ് ലീഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള നല്ല ചങ്കുറപ്പുള്ള ബോയ്സ് ആൻഡ് ഗേൾസ്, ഒരു 4 ഗേൾസ് 4 ബോയ്സ്. എനർജി. ആർ യു റെഡി? ലെഫ്റ്റ് റൈറ്റ് വീല് അനങ്ങി കാലൊക്കെ മടക്കി വെച്ച് ും
ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ശരിക്കും കൈവരിച്ചേ. കുഞ്ഞുങ്ങളെ, ഇതുപോലെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ മരിക്കാൻ നോക്കിയിരിക്കരുത്. നിങ്ങൾ അവരെ സ്നേഹിക്കാനായിട്ട് തണുത്ത് വിറച്ച ശരീരമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോഴല്ല കുഞ്ഞെ നീ നിന്റെ അപ്പനെ അമ്മയെ സ്നേഹിക്കേണ്ടത്. ജീവന്റെ തുടുപ്പ് അവരുടെ ശരീരത്തുള്ളപ്പോൾ നീ അവരെ സ്നേഹിക്കും. നീ അവർ ജീവിച്ചിരിക്കുമ്പോൾ നീ അവർക്ക് ഒരു ചുംബനം കൊടുക്കും. നിന്റെ അപ്പനും അമ്മയും മരിച്ച് വീട്ടിന് മുമ്പിൽ കിടക്കുമ്പോൾ അന്ത്യചുംബനമായിട്ടല്ല നീ അവരെ ചുംബിക്കേണ്ടത്. ആ കല്ലറയിലേക്ക് എടുത്തു വെക്കുമ്പോഴല്ല കുഞ്ഞെ നീ നിന്റെ അപ്പന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ നീ അവരുടെ മുഖത്തേക്ക് നോക്കുന്നേ. ആ ഒരു സ്നേഹത്തോടുള്ള ഒരു നോട്ടം മതി നിന്റെ അപ്പനും അമ്മയ്ക്കും ആയുസ് വർദ്ധിക്കാനായിട്ട്. നമ്മള് ഒരു അപരിചിതനോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് അമ്മയോട് കാണിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബം സ്വർഗമായിട്ട് മാറും. നമ്മളത് കൊടുക്കൂല പലപ്പോഴും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവർക്ക് വിധേയപ്പെട്ട് തന്നെ നമുക്ക് ജീവിക്കാം. കണ്ണുകളടച്ചേക്ക് കൂടി പിടിച്ചെല്ലാം നമ്മൾ മാപ്പു ചോദിക്കുവാൻ യോഗ്യതയില്ലേ, ക്ഷമിച്ചുവെന്നൊരു പപ്പയെ മനസ്സ് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ കുഞ്ഞെ. ലാളിച്ചു പാലൂട്ടി ക്ഷമിച്ചുവെന്നൊരു വാക്കു മിണ്ടുകില്ലേ. അപ്പാ പൊറുക്കേണമേ, എന്നോട് പൊറുക്കേണമേ. അമ്മേ ക്ഷമിക്കേണമേ, എന്നോട് ക്ഷമിക്കേണമേ. കണ്ണടച്ച് പ്രാർത്ഥിച്ചു. Na
പോവാണ്. പവർഫുൾ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ബനാന തരും. അപ്പോൾ അതിക്ക് മുമ്പേ ഈ വചനം ഒന്നും കൂടെ പവർഫുൾ ആയിട്ട് പറഞ്ഞിട്ട് ബനാന കഴിച്ചിട്ട് വേണം നമുക്ക് ഇരിക്കാൻ. ഉച്ചയ്ക്കുള്ളിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, ഒരു നന്മയും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കട്ട് പോവുക. സ്പീഡ് സീറോ. നമ്മളുടെ പേരിന്റെ കൂടെ എഴുതി വെക്കണം, ഞാനൊരു ആനമുട്ട വട്ടപ്പൂജയാണ്, ഞാനൊരു ബിഗ് സീറോയാണ് എഴുതി വെക്കണം. അപ്പൊ പെട്ടെന്ന് ആലോചിച്ചു കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1 വീക്കിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ വേഗം ഫേസ് ടു ഫേസ് നിന്നോ, പെട്ടെന്ന് ഫേസ് ടു ഫേസ് നിന്നു. ഈ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ചെയ്ത 3 നന്മകളുണ്ട്. വേഗം പറഞ്ഞു. 2 പേരും പറയണം, ഒരാളല്ല 2 പേരും പറയണം. ഒരു മിനിറ്റ് ഈശോയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു. 1 മിനിറ്റ് നേരെ നിന്നോ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞോ. അവസാനത്തെ കാര്യം, ഈ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അറിയാതെ മറ്റുള്ളവരെ തിരിച്ചു പോകും, ജഡ്ജ് ചെയ്യും. എനിക്ക് കുറെ ലിമിറ്റേഷൻസും ഷോർട്ട് കമ്മിങ്സും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഞാൻ മറ്റാരെങ്കിലും ജഡ്ജ് ചെയ്യും. അവൾ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയായി, ഞാനിപ്പോ ഭയങ്കര പാരയാന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മൾ ബ്ലെയിം ചെയ്യും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പറഞ്ഞു, നമ്മൾ തന്നെ മനസ്സിലായെന്ന് വിചാരിച്ചു ആ കാര്യത്തിൽ ഓർത്തിട്ട് അത് ആരോടും പറയണ്ട, ജീസസിനോട് നേരിട്ട് പറഞ്ഞ് ഒരു സ്റ്റോറി ജീസസ് ചോദിക്കുവാണ്. ക്ലോസ് യുവർ ഐസ്. കൈകളൊന്ന് തൊട്ടുപിടിക്കാൻ. ജോയിൻ യുവർ മോംസ്. ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ജീവൻ നയിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ നിത്യജീവൻ. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും.